എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് NaCl, HCl ആൻഡ് സോഡിയം അസറ്റേറ്റ് ആർ ഗിവൺ. കാൽക്കുലേറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ്. അപ്പോൾ നമുക്കിത് കോൾറാഷസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്താ കോൾറാഷസ് ലോ? ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത് അതിലുള്ള കാറ്റോണുകളുടെയും ആനയോണുകളുടെയും അയോണിക് മൊബിലിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ്റെ ആകത്തുകയാണ്. അപ്പം മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് അൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ഇറ്റ്സ് കാറ്റയോൺ ആൻഡ് ഇറ്റ്സ് ആനയോൺ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസറ്റിക് ആസിഡ് കണ്ടുപിടിക്കണമെങ്കിൽ അസറ്റേറ്റ് അയോണിൻ്റെ അയോണിക് മൊബിലിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ പ്ലസ് H+ അയോണിൻ്റെ അയോണിക് മൊബിലിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ഇറ്റ്സ് ആനയോൺ അസറ്റേറ്റ് അയോൺ കിട്ടാൻ വേണ്ടി നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ് എടുക്കും. അതിനകത്തുനിന്ന് നമുക്ക് അസറ്റേറ്റ് അയോൺ കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടി വരേണ്ടത്? H+. അത് കിട്ടാൻ വേണ്ടി നമുക്ക് HCl എടുക്കാം. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് HCl. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? അസറ്റേറ്റ് അയോണും H+ അയോണും. അപ്പോൾ അസറ്റിക് ആസിഡ് ആയല്ലോ. വേണ്ടാത്തത് ഏതാ? വേണ്ടാത്തത് സോഡിയം അയോണിൻ്റെ വേണ്ട, Cl- വേണ്ട. അപ്പോൾ അത് രണ്ടുകൂടെയുള്ള അയോണിൻ്റെ കുറച്ചാൽ മതിയല്ലോ. അതിനുവേണ്ടി നമുക്ക് NaCl തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് NaCl, സോഡിയം ക്ലോറൈഡ്, അത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഈ വാല്യൂസ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. NaCl. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം അസറ്റേറ്റിൻ്റെ തന്നിട്ടുണ്ട് എത്ര? 91. ഓക്കെ. പ്ലസ് HCl തന്നിട്ടുണ്ട് രണ്ടാമത്തെ വാല്യൂ 425.9 മൈനസ് ഇനി NaCl വേണം, അത് 126.4. ഇത് ആഡ് ചെയ്ത് ഇത് മൈനസ് ചെയ്ത് വരുമ്പോൾ യു വിൽ ഗെറ്റ് 390.5. ഫൈനൽ യൂണിറ്റ് സീമൻ തന്നിട്ടുണ്ട്, ആ യൂണിറ്റ് എഴുതിയാൽ മതി. സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -1. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അതായത് ചില റിയാക്ഷൻ ബൈമോളിക്കുലറാണ്, അപ്പോൾ അത് ഓർഡർ 2 പക്ഷേ പ്രതീക്ഷിക്കുന്ന ഓർഡർ 2 അത് കാണിക്കുന്ന ഓർഡർ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അല്ലെങ്കിൽ ദ റിയാക്ഷൻസ് വിച്ച് ആർ അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ഇറ്റ് ഫോളോസ് ലോവർ ഓർഡർ കൈനറ്റിക്സ് ആർ കോൾഡ് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ എന്താ സീറോ ഓർഡർ റിയാക്ഷൻ? റിയാക്ഷൻസ് which are appear to be of higher order but it actually follow first order. അതാണ് in the pseudo order reaction. ആ pseudo order reaction എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഹൈഡ്രോളിസിസ് എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ എക്സസ് ആണ്. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ ആ റിയാക്ഷൻ്റെ റേറ്റ് സ്വാധീനിക്കുന്നില്ല. അപ്പോൾ ഓർഡർ 2 അത് യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡറാണ്. വേറൊരു എക്സാമ്പിൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതായത് കരിമ്പിൻ പഞ്ചസാര C12H22O11. അത് ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറും. അവിടെയും വാട്ടർ എക്സസ് ആണ്, വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഓഫ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ട്രാൻസിഷൻ എലമെൻറ്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ എലമെൻറ്റ് ധാരാളം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണമെങ്കിൽ എന്താ പ്രത്യേകത? ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ അകത്തെ ഡി ഓർബിറ്റലിലാണ് പ്രവേശിക്കുന്നത് ആണല്ലോ. പുറത്തെ 4s വന്നിട്ട് അകത്തെ ഡിയിൽ ഇലക്ട്രോൺ എൻട്രി, ഇവിടെ ഇലക്ട്രോൺ എൻട്രി. അപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കണമെങ്കിൽ എസ്സിൽ ഇലക്ട്രോൺ വന്നാൽ +2 കാണിക്കും. അപ്പോൾ ഡിയിലെ ഇലക്ട്രോൺ ഓരോന്നായിട്ട് ചാടി വന്നാൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിക്കണമെങ്കിൽ ഈ രണ്ടുപേരുടെയും എനർജി എന്തായിരിക്കണം? കമ്പയറബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവരുത്. അപ്പോൾ എന്തുവരും? എസ്സിൽ ഇലക്ട്രോണൊപ്പം ഡി ഇലക്ട്രോൺ ചാടി വരും. അപ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് inner d electron along with outer s electron because of their comparable energy.
അല്ലെങ്കിൽ ഒറ്റ പോയിൻ്റ് എഴുതാൽ മതി. കമ്പയറബിൾ എനർജി അല്ലെങ്കിൽ സിമിലർ എനർജി ഓഫ് 3D ഇലക്ട്രോൺ ആൻഡ് 4s ഇലക്ട്രോൺ. സിമിലർ എനർജീസ് ഓഫ് 3D ആൻഡ് 4s ഇലക്ട്രോൺ. 3D ആൻഡ് 4s ഇലക്ട്രോൺ. അതുകൊണ്ട് എന്താണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്നർ D ഇലക്ട്രോൺ along with outer S ഇലക്ട്രോൺ in bonding because of their comparable energy. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. ഒരു കോംപ്ലക്സിൻ്റെ IUPACനെ എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ആയിരിക്കും ഒരു സെൻട്രൽ മെറ്റലും അതിനെ ചുറ്റിപ്പറ്റി ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ലിഗാൻഡ് ആറ്റങ്ങൾ വരും. അപ്പോൾ ഈ കോംപ്ലക്സ് ന്യൂട്രൽ ആണെങ്കിൽ പുറത്ത് ഒരു അയോണും കാണില്ല. കോംപ്ലക്സ് കാറ്റയോൺ ആണെങ്കിൽ പുറത്ത് ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര ചാർജ് ഉണ്ടോ അതിനെ റെസ്പോണ്ടിങ് ആയിട്ട് ആനിയോൺ വരും. ഈ കോംപ്ലക്സ് ആനിയോൺ ആണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പുറത്ത് കാറ്റയോൺ വരും. എത്ര പോസിറ്റീവ് ചാർജ് വേണോ അതനുസരിച്ചുള്ള കാറ്റയോൺ വരും. അപ്പം ഒരു കോംപ്ലക്സിൻ്റെ പേര് എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് പോസിറ്റീവ് അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ആദ്യം എഴുതണം. സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് നെഗറ്റീവ് അയോൺ ആണെങ്കിൽ അതിൻ്റെ പേര് ഏറ്റവും അവസാനം. അപ്പോൾ ആദ്യം സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ആദ്യം എഴുതാം. പേര് മാത്രം മതി, എണ്ണം വേണ്ട. അത് കഴിഞ്ഞാൽ ലിഗാൻ്റെ പേര് ആൽഫബറ്റിക്കലോടെ എഴുതാം. നെഗറ്റീവ് ലിഗാൻ്റെ പേര് ഓയിൽ അവസാനിക്കണം. പിന്നെ ന്യൂട്രൽ ലിഗാൻ്റെ സ്പെഷ്യൽ നെയിമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ കോംപ്ലക്സ് എടുത്തേ. അവിടെ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് പോസിറ്റീവ് ആണില്ല. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങും? ലിഗാൻ്റെ പേരിൽ തുടങ്ങും. ഇത് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സാണ്. എന്താ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്? സെൻട്രൽ മെറ്റലായ കൊബാൾട്ടുമായിട്ട് ഒന്നിൽ കൂടുതൽ വ്യത്യസ്ത തരം ലിഗാൻഡ് ബൗണ്ടഡ് ആണ്. അപ്പോൾ കോംപ്ലക്സസ് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ലിഗാൻഡ് ബൗണ്ടഡ് ടു ദി സെൻട്രൽ മെറ്റൽ. അപ്പോൾ അതൊരു ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ലിഗാൻ്റെ പേര് ആൽഫബറ്റിക്കലോടെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ NH3 ഉണ്ട്, അതിനെ അമീൻ എന്നും, വാട്ടറിനെ അക്വ അല്ലെങ്കിൽ അക്വ എന്നും, ബ്രോമിൻ Br- ആണ്, അതിനെ ബ്രോമിഡോ എന്നും എഴുതും. അപ്പോൾ ആൽഫബറ്റിക്കലോടെ എഴുതിയാൽ 4 അമീനുണ്ട് അല്ലേ? അതിൻ്റെ എണ്ണം പറയണം, ലിഗാൻ്റെ എണ്ണം പറയണം. ടെട്രാ അമീൻ വാട്ടർ ഒന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ടെട്രാ അമീൻ അക്വോ അല്ലെങ്കിൽ അക്വ, ബ്രോമിഡോ. ഓക്കെ, അപ്പോൾ ലിഗാൻ്റെ പേര് ആൽഫബറ്റിക് ഓർഡറിലായല്ലോ. ടെട്രമീൻ, അക്വ, ബ്രോമിഡോ. ഇനി പ്രൈമറി വാലൻസിയാണ് സെൻട്രൽ മെറ്റൽ ഓക്സിഡേഷൻ നമ്പർ തന്നെ. നമ്മൾ പ്രൈമറി വാലൻസി 2 Br ഉണ്ട് അല്ലേ? അപ്പോൾ 2 മൈനസാണ്. അപ്പോൾ കോംപ്ലക്സ് കോർഡിനേഷൻ 2+ ആണ്. അകത്തുള്ള വാട്ടർ ന്യൂട്രലാണ്, അമോണിയ ന്യൂട്രലാണ്. ബ്രോമിൻ 1 മൈനസാണ്. അപ്പോൾ ഒരു 1- ആണ് അകത്തുള്ളത് ലിഗാൻഡിൽ. അപ്പോൾ ടോട്ടൽ 2+ പുറത്ത് കിട്ടണമെങ്കിൽ കൊബാൾട്ട് എന്തായിരിക്കണം? 3 ആയിരിക്കണം. അപ്പോൾ സെൻട്രൽ മെറ്റലിൻ്റെ പേരാണ് ഇനി എഴുതേണ്ടത്. കൊബാൾട്ട് ആൻഡ് ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറൽ കൊബാൾട്ട് 3. ഇനി നെഗറ്റീവ് ലിഗാൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് അവസാനം എഴുതാം. ഇവിടുത്തെ അയോൺ ഏതാ? ബ്രോമൈഡാണ്. അപ്പോൾ അതിൻ്റെ എണ്ണം പറയണ്ട, കാരണം ആ എണ്ണമാണ് നമ്മുടെ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പറിനെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് അയോണാണ് അതിന് ന്യൂട്രൽ എന്ന് മാത്രം കാണിക്കുക. അപ്പോൾ ടെട്രമീൻ, അക്വ, ബ്രോമിഡോ, കൊബാൾട്ട് 3, ബ്രോമൈഡ്. ഇപ്പോൾ ലിഗാൻഡ് ആണെങ്കിൽ ആ നെഗറ്റീവ് ലിഗാൻ്റെ പേര് ഓയിൽ അവസാനിക്കും. അതാണ് ബ്രോമിഡോ. ഇത് ലിഗാൻഡ് അല്ല, കൗണ്ടർ അയോണാണ്. അപ്പോൾ സാധാരണ എഴുതുന്ന പോലെ ബ്രോമൈഡ്. ഇനി രണ്ടാമത്തെ കോംപ്ലക്സ് നോക്കുമ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് പോസിറ്റീവ് ആണ് ഉള്ളത്, പൊട്ടാസ്യമാണ്. എണ്ണം പറയേണ്ട ആവശ്യമില്ല, അപ്പോൾ പേര് മാത്രം പറയാം. പൊട്ടാസ്യം. ഓക്കെ, ഇനി നമ്മൾ ലിഗാൻ്റെ പേര്, അത് ഓക്സലേറ്റാണ്. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ട്രൈ. നെഗറ്റീവ് ലിഗാൻ്റെ പേര് ഓയിൽ അവസാനം, ട്രൈ ഓക്സലേറ്റോ. ഇനി ആനിയോണിക് കോംപ്ലക്സിൽ ഒരു പ്രത്യേകതയുണ്ട്. പുറത്ത് കൗണ്ടർ അയോൺ കാറ്റയോൺ വരുമ്പോൾ കോംപ്ലക്സ് ആനിയോണാണ് അല്ലേ? ഇപ്പോൾ 3 K+ അല്ലേ? അപ്പോൾ ഈ കോംപ്ലക്സ് 3- അല്ലേ? അപ്പോൾ ആനിയോണിക് കോംപ്ലക്സിൽ മെറ്റലിൻ്റെ പേര് ATയിൽ അവസാനിക്കണം. അപ്പോൾ അലുമിനിയം എന്നല്ല പറയുന്നത്, അലുമിനേറ്റ് ATയിൽ അവസാനിക്കും, അലുമിനേറ്റ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ബ്രാക്കറ്റ് പറയണം. അപ്പോൾ ഈ കോംപ്ലക്സ് കോർഡിനേഷൻ 3- ആണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? 3 പൊട്ടാസ്യം പുറത്തുള്ളതും. അപ്പോൾ കോംപ്ലക്സിൻ്റെ ലിഗാൻഡ് C2O4 2- അതിന് ഒരെണ്ണത്തിന് 2 മൈനസാണ്, 3 എണ്ണത്തിന് 6 മൈനസ്. 6 മൈനസിൽ 3 മൈനസ് നെറ്റ് വരണമെങ്കിൽ അലുമിനിയം 3 ആയിരിക്കണം, അലുമിനിയം 3. അപ്പോൾ പേരവിടെ തീർന്നു.
അപ്പോൾ പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലുമിനിയം 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. SN1 എന്ന് പറയുമ്പോൾ 1 കണ്ടാൽ ഓർഡർ ഈസ് ഈക്വൽ ടു 1. എൻ്റെ ഓർഡർ 1 ആണ്, ഫസ്റ്റ് ഓർഡർ അർത്ഥം. SN2 എന്ന് കണ്ടാൽ ഓർഡർ 2 ആണ്. ഓർഡർ 1 ആണെങ്കിൽ അർത്ഥം അതിൽ ഒരു മോളിക്യൂൾ ഒരു സ്റ്റെപ്പിൽ വരുന്നു, അപ്പോൾ രണ്ടാമത്തെ മോളിക്യൂൾ അടുത്ത സ്റ്റെപ്പിലാണ്, അപ്പോൾ ഒക്കർ ഇൻ 2 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പിൽ നടക്കും. ഇത് ഓർഡർ 2 ആണ്, അപ്പോൾ 2 മോളിക്യൂൾ ഒരുമിച്ച് വരും, അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നടക്കും. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ 1 സ്റ്റെപ്പ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. അപ്പോൾ 2 സ്റ്റെപ്പിൽ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇടയ്ക്കൊരു സാധനം ഉണ്ടാവും, അതിനെ വിളിക്കുന്നവരാണ് ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഇവിടെ ഹാലജൻ X- ആയിട്ട് പോകുമ്പോൾ കാർബൺ പോസിറ്റീവ് ചാർജ് വരും, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ ഉണ്ടാവും. കാർബോ കാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ. ഇവിടെ നോ കാർബോ കാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ, അപ്പോൾ നോ ഇൻ്റർമീഡിയറ്റേ ഇല്ല. ഇനി കാർബോ കാറ്റയോൺ പ്ലെയിനാർ ആയതുകൊണ്ട് ന്യൂക്ലിയർ ഫൈലിന് ഒരേ സമയം 2 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാം. അപ്പോൾ 2 ഓപ്റ്റിക്കൽ ഐസോമേഴ്സും ഡെസ്ട്രോയും ലീവോയും തുല്യ അളവിലുണ്ട്. അതുകൊണ്ട് SN1 റിയാക്ഷൻ പ്രൊസീഡ് വിത്ത് റെസിമൈസേഷൻ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക, SN2-ൽ ഹാലജൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ബാക്കി വാലൻസ് ഉള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ഫൈൽ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ നിന്ന് ബാക്കി കൂടെ അറ്റാക്ക്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് ഇവിടെ പാർഷ്യൽ ബോണ്ടായി ഇത് പതുക്കെ പൊട്ടി ഇത് ലീവ് ചെയ്യുമ്പോൾ ഇവരെല്ലാം കൂടെ തിരിഞ്ഞ് ഇങ്ങോട്ടിരിക്കും. അപ്പോൾ ഈ വരുന്ന ന്യൂക്ലിയർ ഫൈൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് ബോണ്ട് ചെയ്യും, അപ്പോൾ കോൺഫിഗറേഷൻ നേരെ തിരിയും. അതുകൊണ്ട് ഇറ്റ് പ്രൊസീഡ് വിത്ത് സ്റ്റീരിയോ കെമിക്കൽ ഇൻവേർഷൻ അല്ലെങ്കിൽ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇനി SN1 റിയാക്ഷനിൽ കാർബോ കാറ്റയോൺ ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ 3 ഡിഗ്രി കാർബോ കാറ്റയോണാണ് ഏറ്റവും സ്റ്റേബിൾ. അതുകൊണ്ട് 3 ഡിഗ്രി ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ബൈ SN1 ദാൻ 2 ഡിഗ്രി ദാൻ 1 ഡിഗ്രി. എന്നാൽ പ്രൈമറി ആണ് SN2 റിയാക്ഷൻ തരിക. കാർബോ കാറ്റയോൺ ഫോർമേഷൻ ഇവിടെ ഫേവർ ചെയ്യാത്തതുകൊണ്ട് ഇതിനെ തിരിച്ചു വരും. പ്രൈമറി ആണ് അവിടെ റിയാക്ടിവിറ്റി കൂടുതൽ, ദെൻ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ദെൻ ടെർഷ്യറി ആൽക്കൈൽ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 പോയിൻ്റ് ഓർത്ത് വെച്ച്. ഇനി അനിലീൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽ ക്രാപ്സ് റിയാക്ഷൻ. അനിലീൻ ഫ്രിഡൽ ക്രാപ്സ് റിയാക്ഷൻ തരത്തില്ല. അതിന് കാരണം അനിലീനിൽ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ടല്ലോ, നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. നമ്മൾ ഫ്രിഡൽ ക്രാപ്സ് റിയാക്ഷൻ നടത്തുമ്പോൾ അതിൽ അൺഹൈഡ്രസ് AlCl3 ഉപയോഗിക്കും അല്ലേ. ഈ അൺഹൈഡ്രസ് AlCl3 വാട്ടറില്ല, OH- അവൈലബിലിറ്റി ഇല്ല, അപ്പോൾ അലുമിനിയം ഇലക്ട്രോൺ ഡെഫിസിറ്റാണ്, 6 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ലൂയിസ് ആസിഡായിട്ട് ബിഹേവ് ചെയ്യും. നൈട്രജനിൽ ലോൺ പെയർ ഉള്ളതുകൊണ്ട് അനിലീൻ ഒരു ലൂയിസ് ബേസുമായിട്ടും ബിഹേവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പെയർ ഓഫ് ഇലക്ട്രോണെ അലുമിനിയത്തിലേക്ക് സംഭാവന ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു സാൾട്ട് ഫോർമേഷൻ വരും. അപ്പോൾ നൈട്രജനിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, പ്ലസ് ഇത് ഇലക്ട്രോണെ സ്വീകരിച്ചു AlCl-. അപ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു സാൾട്ട് ഫോർമേഷൻ. അപ്പോൾ സാൾട്ട് ഫോർമേഷനായി അനിലീനിയം കാറ്റയോൺ ആയിട്ട് മാറിയിട്ട് AlCl3- ചേർന്ന് സാൾട്ടായിട്ടിരിക്കും. അപ്പോൾ ഇറ്റ് ഗെറ്റ് ഡീആക്ടിവേറ്റഡ് ഫോർ ഫർദർ റിയാക്ഷൻ. അതുകൊണ്ട് പിന്നെ റിയാക്ഷൻ നടക്കില്ല. അതുകൊണ്ട് ഫ്രിഡൽ ക്രാപ്സ് റിയാക്ഷൻ തരത്തില്ല. സിമ്പിളായിട്ട് നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് ഡ്യൂ ടു സാൾട്ട് ഫോർമേഷൻ മാത്രം എഴുതിയാലും മതി. സാൾട്ട് ഫോർമേഷൻ, ഇറ്റ് ഈസ് ഡ്യൂ ടു സാൾട്ട് ഫോർമേഷൻ മതി. ആരെ സാൾട്ട് ഉണ്ടാക്കും, അനിലീൻ അൺഹൈഡ്രസ് AlCl3 ചേർന്ന് സാൾട്ട് ഉണ്ടാക്കും. അപ്പോൾ നൈട്രജനിൽ പോസിറ്റീവ് ചാർജ് വരും, അപ്പോൾ പിന്നെ അത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു സാൾട്ട് ഫോർമേഷൻ മാത്രം എഴുതാം. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യം, വാട്ട് ആർ ഒളിഗോസാക്കറൈഡ്സ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റിനെ വെള്ളത്തിലിടുമ്പോൾ അത് വെള്ളത്തിൽ പൊട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഹൈഡ്രോളിസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിനെ 3ആയി തരംതിരിക്കുന്നത്. വെള്ളത്തിൽ അത് ഹൈഡ്രോളിസ് ചെയ്തില്ലെങ്കിൽ സിമ്പിൾ ഷുഗർ, അതിനെ വിളിക്കുന്നവരാണ് മോണോസാക്കറൈഡ്സ്. എന്നാൽ വെള്ളത്തിലിടുമ്പോൾ 2 മുതൽ 10 വരെ സിമ്പിൾ ഷുഗർ യൂണിറ്റ് അഥവാ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആയിട്ട് മാറിയാൽ അതിനെ വിളിക്കുന്നവരാണ് ഒളിഗോസാക്കറൈഡ്സ്. സോ കാർബോഹൈഡ്രേറ്റ് അപ്പോൺ ഹൈഡ്രോളിസ് ഗീസ് 2 to 10 monosaccharides units are called oligosaccharides. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് which upon hydrolysis gives 2 to 10 monosaccharide units are called oligosaccharides. അപ്പോൾ അതിനകത്ത് ഡൈസാക്കറൈഡ് വരും, ട്രൈസാക്കറൈഡ്സ് വരും. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ഡൈസാക്കറൈഡ്സ് തന്നെ 3 ടിപ്പിക്കൽ എക്സാമ്പിളുണ്ട്. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. സൂക്രോസ് എഴുതാം,
മിൽക്ക് ഷുഗർ, ലാക്ടോസ് എഴുതാം. മിൽക്ക് ഷുഗറാണ് ലാക്ടോസ്. അതുപോലെ മാൾട്ടോസ്. അപ്പോൾ ഈ സൂക്രോസും മിൽക്ക് ഷുഗറായ ലാക്ടോസും അതുപോലെ മാൾട്ടോസും ഒക്കെ ഹൈഡ്രോളിസ് ചെയ്താൽ എത്ര മോണോസാക്കറൈഡ്സ് കിട്ടും? 2 കിട്ടും. കാരണം ഇത് ഡൈസാക്കറൈഡിന് എക്സാമ്പിളാണ്. ഓക്കെ.